മാന്യ പ്രേക്ഷകർക്കും ലേഡീസ് അവറിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത് നമ്മുടെ പോത്തൻകോടാണ്. പോത്തൻകോട് ചമയം ഹെർബൽ ബ്യൂട്ടി പാർലറിലാണ്. അപ്പൊ നമ്മുടെ ഉടമസ്ഥ നമ്മുടെ ദീപ്തി ചേച്ചി എന്നോടൊപ്പം ഉണ്ട്. നമസ്കാരം ദീപ്തി ചേച്ചി. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി എന്ത് വ്യത്യസ്തമായ സംഭവമാണ് കാണിക്കാൻ പോകുന്നത്? ഇയർലോബ് റിപ്പയറിംഗ്. ഇയർലോബ് റിപ്പയറിംഗ് അല്ലെ? എന്താണ് ഇയർലോബ് റിപ്പയറിംഗ്? അത് തന്നെ ചോദിക്കാണ്. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വലിയ വലിയ ഡ്രോപ്സ് ഒക്കെ ഇട്ട് തൂങ്ങി കാത് വലിഞ്ഞു ആ കാതിനെ ഒട്ടിക്കുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരും പിന്നെ വലിയ സ്റ്റോണൊക്കെ ഉള്ള കമ്മലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂങ്ങാറുണ്ട്. പിന്നെ അല്ലാതെ കൊച്ചു കുട്ടികൾ കാത് കുത്തി മാറിപ്പോയി അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു ശാശ്വത പരിഹാരമാണിത്. എൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് പെയിൻലെസ് ആണ്. ഓ, പെയിൻലെസ് ആണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, കോളേജിലൊക്കെ പോകുന്നവർ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സ്വർണ്ണക്കമ്മലൊക്കെ ഇടാന്ന് വെച്ചാൽ വളരെ വിരളമാണ് അല്ലേ? എല്ലാവരും നല്ല അടിപൊളി വലിയ വലിയ ഇയർ റിങ്സ് ഒക്കെ ഇട്ടിട്ട് കാതെല്ലാം വലിഞ്ഞ് തൂങ്ങി അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവം. ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന ആ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഇപ്പം കുത്തിയത് മാറിപ്പോയി, അങ്ങനെയൊക്കെ കേസുകളൊക്കെ വരുമ്പോഴാണ് ഈ ഇയർ ലോബ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ ഇൻ കേസ് ചേച്ചി ആ കാത് ഇങ്ങനെ അടർന്നു പോയിന്നിരിക്കട്ടെ, അടർന്നു പോയെങ്കിൽ സ്റ്റിച്ച് തന്നെ ചെയ്യണം. ഓക്കെ. അപ്പൊ അടർന്നു പോയി കഴിഞ്ഞാൽ പറ്റില്ല, സ്റ്റിച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്? ഒരു മെഡിക്കേറ്റഡ് ഓയിലാണ് അത് തേച്ച് ഒട്ടിക്കുക ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കേറ്റഡ് ഓയിൽ തേച്ച് ഒട്ടിക്കും അല്ലേ? ഒട്ടിച്ചു കഴിഞ്ഞ് ഗ്യാപ്പ് ഫുൾ അടച്ചിട്ട് പിന്നെ മാറ്റി കുത്തുക ചെയ്യുന്നത്. മാറ്റി കുത്തും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇയർ ലോബ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ കിടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ മോഡൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചെവിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇയർ ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ക്ലെൻസിന് വേണ്ടി ചേച്ചി എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് ആസ്ട്രിജന്റ് ആണ്. ആസ്ട്രിജന്റ് ഉപയോഗിച്ച് അവിടുത്തെ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസ്ട്രിജന്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡെമോയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെവിക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? അതെ അതെ. അപ്പൊ ഡെമോയാണ്, അതോടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്. അപ്പൊ ചേച്ചി ഇയർ ലോബ് ട്രീറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽസിലാണോ? അത് ഇപ്പൊ എല്ലാ ബ്യൂട്ടി പാർലറിലാണ് ചെയ്യുന്നത്. ബ്യൂട്ടി പാർലറിലല്ല, ഹോസ്പിറ്റലൊന്നും ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ ബ്യൂട്ടി പാർലറിലും ഉണ്ടോ? എല്ലായിടത്തും കാണാം. എനിക്ക് തോന്നുന്നു ഈ ചമയത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? നെക്സ്റ്റ് മെഡിക്കേറ്റഡ് ഓയിൽ തേച്ച്. ഓക്കെ, മെഡിക്കേറ്റഡ് ഓയിൽ തേക്കാൻ പോവാണ് രണ്ടാമതായിട്ട്. അത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈ ഹോളിനകത്തൂടെ ഓയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് വെച്ചിട്ട് ഒട്ടിക്കും? മെഡിക്കേറ്റഡ് ഓയിൽ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആ ഹോളിനകത്ത് നല്ല രീതിയിൽ ഈ മെഡിക്കേറ്റഡ് ഓയിൽ വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പൊ ഇതാണ് അടുത്ത പ്രോസസ്. എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ആണ്. പെയിൻലെസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 10 ദിവസത്തേക്ക് ഇതിനകത്ത് വെള്ളം ആവാൻ പാടില്ല. ഓക്കെ, 10 ദിവസത്തേക്ക് ഇതിനകത്ത് വെള്ളം വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത് ചേച്ചി. 10 ദിവസം കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? 10 ദിവസം കഴിഞ്ഞാൽ ഇത് ഇളക്കി മാറ്റിയതിന് ശേഷം മാറ്റി കുത്തുക. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇളക്കി മാറ്റി കുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്. ആ സമയം ഇത് ഫുൾ നമ്മുടെ ചെവി ഫുൾ അടഞ്ഞ് പക്കയായിട്ടിരിക്കും. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് ന്യൂ സ്കിന്ന് വന്ന് അത് അടഞ്ഞു അങ്ങ് മാറിപ്പോവുക ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ചെവിയിൽ ആയിക്കോട്ടെ, ഇപ്പൊ മൂക്കിലൊക്കെ ആണെങ്കിൽ മൂക്കിൽ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റാറുള്ളതാണ്. മൂക്കുത്തിക്ക് വേണ്ടി കുത്തിയിട്ട് പിന്നെ പണി കിട്ടാറുള്ളത്. അപ്പൊ അതും ഇത് തന്നെ ചെയ്താൽ മതിയോ? ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ മൂക്കിനകത്ത് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ചെവിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചേച്ചി ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതാണ്, ഇപ്പൊ സെക്കൻഡ് സ്റ്റഡ് ആയാലും ഒരുപാട് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ കുത്തുന്നവരുണ്ട്. ഇപ്പം ഫേസിലായാലും പലയിടത്തും ഇങ്ങനെ സ്റ്റഡ് കുത്താറില്ല. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ കുത്തുന്നത് വഴി? കാർട്ടിലേജ് ഇല്ലാത്ത ഭാഗം നോക്കി വേണം കുത്താനായിട്ട്. കാർട്ടിലേജ് ഇല്ലാത്ത ഭാഗം നോക്കി കുത്തണം എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇയറിലുള്ള. ഇൻ കേസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ബ്യൂട്ടി പാർലറിൽ പോയി കുത്തുന്നത് കുറവായിരിക്കും. ചിലപ്പം ഇപ്പം സ്വർണ്ണക്കടയിൽ പോയി അവിടെ നിന്ന് തന്നെ മേടിച്ച് അവിടെ നിന്ന് തന്നെ കുത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുത്തുമ്പോ അവര് കാർട്ടിലേജ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? നമ്മളിപ്പോ നമുക്ക് ഇഷ്ടം ഇവിടെ കുത്തു എന്ന് പറഞ്ഞ ഉടൻ കുത്തുകയാണല്ലേ, അങ്ങനെ നോക്കാറില്ല. അപ്പൊ ഇൻ കേസ് ഇപ്പൊ കാർട്ടിലേജിലൊക്കെ കുത്തുവാണെങ്കിൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുക? അത് ആ ബോണിൽ ടച്ച് ചെയ്തിട്ട് അത് പഴുത്ത് ആ ഫ്ലൂയിഡുമായിട്ട് ചേർന്ന്
പഴുത്ത് വരും അത്. ഓക്കെ ഓക്കെ. അപ്പം പ്രശ്നം ഇതാണ്. അപ്പൊ എനിക്കൊന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ സിനിമാ നടികളൊക്കെ അവിടെ കുത്തിയിട്ടുണ്ട് ഇവിടെ കുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെവി കുത്താൻ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഈ കാർട്ടിലേജ് ബോണിന്റെ അകത്തുനിന്ന് നമ്മൾ ബോണിലല്ലേ നമ്മളൊരു ഹോൾ ഇടുന്നത്. അപ്പൊ ബോണിനകത്ത് നമുക്ക് അറിയാവുന്നതാണ് ഒരു ഫ്ലൂയിഡ് വന്ന് പിന്നെ അത് പഴുത്ത ഫ്ലൂയിഡും ഈ ഒരു മുറിവും കൂടെ ആകുമ്പോഴത്തേക്ക് മുറിവ് ഉണങ്ങാൻ പാടായി പിന്നെ ആകെ പ്രശ്നമാവും അല്ലേ. എനിക്കൊന്ന് ഞാൻ കേട്ടുള്ളതാണ് ഈ പിന്നെ ഓപ്പറേഷൻ ചെയ്തൊക്കെ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇപ്പം ജ്വല്ലറിയിലോ അങ്ങനെ പോയി കുത്താതെ ഹോസ്പിറ്റലിലോ ബ്യൂട്ടി പാർലറിലോ ഒക്കെ വന്ന് കുത്തുക അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എമൗണ്ട് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു ഇയർലോബ് ചെയ്യുന്നതിന് 1000 രൂപയാ റേറ്റ് വരുന്നത്. കാത് കുത്തുന്നതിന് 300 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കാത് പിന്നെ കുത്തുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ജസ്റ്റ് 1000 രൂപയും പിന്നെ പിന്നീട് ഒന്നുകൂടെ കുത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിട്ട് 300 രൂപയുമാണ്. അപ്പം അത്യാവശ്യം അഫോർഡബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പുറത്ത് ആർക്കും അത്ര അറിയില്ലായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ലേഡീസ് അവറിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ദീപ്തി ചേച്ചി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ചേച്ചി ഇതിന്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഇത് 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെയും കാത് കുത്തുകയാണ്. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ സ്റ്റിച്ച് ഒട്ടിച്ച ഭാഗം പിടിച്ച് വലിക്കാതെയൊക്കെ ഇരുന്നാൽ മതി. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ കുത്തുന്നവർക്കായാലും സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിനു ശേഷം കുളിച്ചിട്ടൊക്കെ ഒന്ന് തല തുറത്തി അതിൽ കയറി കുരുങ്ങ് അങ്ങനത്തെ ഒക്കെ പണി കിട്ടുന്നത് സ്ഥിരമാണ് അല്ലേ. അപ്പം അതൊന്നും ചെയ്യാതെ സൂക്ഷിച്ച് നിൽക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഇയർലോബ് ട്രീറ്റ്മെന്റ് അല്ലാതെ നമ്മൾ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ്. ഓക്കെ. അപ്പൊ അതെങ്ങനെയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചി? സ്റ്റിച്ചിങ് ചെയ്യുന്ന മൂലം വേദനയുണ്ട്. ഇതിന് വേദന ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ്. ഒരു ഷുഗർ പേഷ്യന്റ് വരെ യൂസ് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യണം. ആന്റിബയോട്ടിക്സ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു 3 മാസത്തോളം അതിന്റെ ഒരു ലെവലിൽ കാത് കുത്താനും പറ്റില്ല. അങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. ഇത് അങ്ങനെ ഒന്നുമില്ല. ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ സ്റ്റിച്ചിട്ടാല് പാടും കാര്യങ്ങളും ഇത് അതങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ കുറെ നാള് വെയിറ്റ് ചെയ്യാൻ വേണം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കാത് വലിഞ്ഞ് തൂങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തൂങ്ങുന്നതിന്റെ കാര്യം വലിയ ഇയറിംഗ്സ് തന്നെയല്ലേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് ഇയറിംഗ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലേ. അപ്പം ഇപ്പം ഇൻ കേസ് നമ്മൾ വലിയ ഇയറിംഗ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചോ, അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഇത് താങ്ങി നിൽക്കാനുള്ള ഹെൽപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? വെയിറ്റ്ലെസ് ആയിട്ടുള്ള വലിയ കമ്മലുകൾ യൂസ് ചെയ്യുക. ഓക്കെ. വെയിറ്റ്ലെസ് ആയിട്ടുള്ള വലിയ കമ്മല്. അപ്പൊ വെയിറ്റ് ഉള്ളതാണ്. ഇതിപ്പോ നമുക്ക് ഒക്കേഷണലി ഒക്കെ ഇടേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യാം? ഒരു ഇയർ ചെയിൻ വാങ്ങിച്ച് യൂസ് ചെയ്യും. ഇയർ ചെയിൻ പണ്ടുള്ള ആൾക്കാർ എപ്പോഴും യൂസ് ചെയ്ത് തരുന്നൊരു സാധനമാണ് അല്ലേ. അതായത് വലിയ ജുംക്ക കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരു ചെയിൻ നമുക്ക് യൂസ് ചെയ്യാം. വേറെ എന്തൊക്കെ ചെയ്യാൻ? ബട്ടൺ യൂസ് ചെയ്യാം. ഓക്കെ. ബട്ടൺ അല്ലേ. അതായത് നമ്മുടെ കമ്മലിന്റെ ബാക്കിൽ ഒരു ബട്ടൺ വെക്കുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇപ്പൊ സ്വർണ്ണക്കടയിൽ പോയാലും അല്ലെങ്കിൽ സാധാരണ കമ്മൽ മേടിക്കുമ്പോഴായാലും ബട്ടൺ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കാർക്ക് മനസ്സിലാവില്ല അത് എന്തിനാന്നുള്ളത്. സംഭവം ഈ നമ്മുടെ ഒരു ചെവിക്ക് അല്ലെങ്കിൽ ഒരു കമ്മലിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ബട്ടൺ അടിയിൽ വെച്ചതിന് ശേഷം ഇടുക അല്ലെ. അപ്പൊ ഒരു വെയിറ്റിന് ഒരു സപ്പോർട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അധികം നേരം അല്ലെങ്കിൽ കുറച്ച് എപ്പോഴും ഇടുന്നവർക്ക് ഒരു സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ചെവി തൂങ്ങി ഇറങ്ങുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മൂക്കിലായാലും നമ്മളിപ്പോ ഒരിടത്ത് കുത്തി പിന്നെ ഇഷ്ടപ്പെട്ടില്ല അടുത്തടുത്ത് കുത്തി അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്താണ് കാണിക്കുന്നത്? സിനിമ ആക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ. അത് ഒരു കുത്തിയിട്ട് പിന്നെ അവിടെ വേറൊരു കുത്താൻ പറയുമ്പോൾ അവിടെ തന്നെ സ്കിന്നിനും ഡാമേജ് വരികയാണ്. പിന്നെ ഒരു കുത്തി അത് പുറത്ത് അങ്ങനെ പതുക്കെ ചെയ്ത് പിന്നെ അവസാനം ആകെ വൃത്തികേടാവാനും ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ ഇയർ ലോബ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളും പിന്നെ കുറെ നാച്ചുറൽ ടിപ്സും ഒക്കെ നമ്മുടെ ദീപ്തി ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ച് ദീപ്തി ചേച്ചിക്ക് ഒരുപാട് നന്ദി.